മധ്യപ്രദേശിലെ ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ വാർഡനെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട 8 സിമി പ്രവർത്തകരെയും വെടിവെച്ചു കൊന്നു. ജയിലിന് 12 കിലോമീറ്റർ അകലെയാണ് 8 പേരെയും വെടിവെച്ചു കൊന്നത്. ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റതായും പോലീസ് മേധാവികൾ അറിയിച്ചു. ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ 8 പ്രവർത്തകരും ജയിൽ ചാടിയത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജയിൽ ഗാർഡിനെ കഴുത്തുമുറിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് ഇവർ രക്ഷപ്പെട്ടത്. ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച കയർ കൊണ്ടാണ് ഇവർ 20 അടി ഉയരമുള്ള ജയിലിന്റെ ചുറ്റുമുതിൽ ചാടിക്കടന്നത്. ജനങ്ങൾ ദീപാവലി ആഘോഷത്തിലായിരുന്നതിനാൽ രക്ഷപ്പെടൽ എളുപ്പമായി. തടവ് ചാടിയ 8 പേരെയും ജയിലിലെ ബി ബ്ലോക്കിലാണ് പാർപ്പിച്ചിരുന്നത്. അതിനാൽ തന്നെ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. 3 വർഷം ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ നിന്നും 250 കിലോമീറ്റർ അകലെയുള്ള ഗ്വാണ്ടയിലെ ജയിലിൽ നിന്നും സിമി പ്രവർത്തകർ രക്ഷപ്പെട്ടിരുന്നു. അന്ന് രക്ഷപ്പെട്ട 7 പേരിൽ 3 പേർ ഇന്ന് രക്ഷപ്പെട്ട സംഘത്തിലുമുണ്ട്. കുളിമുറിയുടെ ചുറ്റുമതിൽ തകർത്തായിരുന്നു അന്ന് സിമി പ്രവർത്തകർ രക്ഷപ്പെട്ടത്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചതായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. पुलिस की सारी टीमें युद्ध स्तर पर प्रयास कर रही हैं। अलर्ट जारी किया गया है। पकड़ने के हर संभव उपाय किए जा रहे हैं और इस घटना में प्रथम दृष्टया जो दोषी पाए गए हैं ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ജയിൽ ചാടിയ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് 5 ലക്ഷം രൂപ മധ്യപ്രദേശ് സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ് സർക്കാരിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരണം തേടി. ന്യൂസ് ബ്യൂറോ, ദില്ലി.